ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ വൃശ്ചികം ലഗ്നത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിരുന്നു. വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള ഫലങ്ങളെക്കുറിച്ചായിരുന്നു പറയാൻ വേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ കുറച്ച് എൻ്റെ ജ്യോതിഷ സ്നേഹികൾ, എൻ്റെ വീഡിയോസ് കാണുന്ന ജ്യോതിഷ സ്നേഹികൾ കുറച്ച് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓരോ എൻ്റെ സ്നേഹികൾക്ക് സെപ്പറേറ്റ് ഞാൻ പരമാവധി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും കൂടുതൽ ബോർഡിൽ എങ്ങനെയാണെന്നുള്ളത് എഴുതി കാണിക്കാം, അവർക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് കടക്കാൻ പോകുന്നത്. വെറുതെ അനാവശ്യ രീതിയിലുള്ള കമൻറ്റുകളോ ഇതൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അതിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പേര് ഈ ജ്യോതിഷം, ഇപ്പോൾ ഒരുപാട് പേര് ജ്യോതിഷ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഭാഷയല്ല എറണാകുളത്തുള്ളത്, എറണാകുളത്തെ ഭാഷയല്ല തൃശ്ശൂരുള്ളത്, വയനാട്, അങ്ങനെ ഓരോ ജില്ലയ്ക്ക് ഓരോ വ്യത്യസ്ത ഭാഷകളാണുള്ളത്. അപ്പോൾ അതിൻ്റെതായ സംസാര ശൈലികൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ അവിടെ നമ്മുടെ ഉദ്ദേശ ശുദ്ധിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പിന്നെ മനുഷ്യനാണ് സംസാരിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോസ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് വിക്കലും കാര്യങ്ങളും. കാരണം നമ്മൾ എന്നുള്ള ജ്യോതിഷം എന്നുള്ളത്, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരണ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ മൊബൈലിൻ്റെ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ സംസാരിച്ച് ശീലം അത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ നമുക്ക് ഉണ്ടാകും. അത് നിങ്ങളെ മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ നമ്മുടെ സ്നേഹിച്ച് ചോദിച്ചിരിക്കുക ഭർത്താവ് എങ്ങനെയായിരിക്കും, ജോലി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കൂ, ഇവിടെ വിവാഹം ഭാവം ചിന്തിക്കുന്ന സമയത്ത് ലഗ്നം വന്നിരിക്കേണ്ടത് കർക്കിടകമാണ്. ലഗ്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് 7ലേക്ക് പോയാൽ കഴിഞ്ഞാൽ വിദേശികൾ പറയും ഡ്രസ്റ്റ്മെൻ്റ് എന്ന് പറയും. ഡ്രസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ പറയും ബലക്കുറവ് എന്നാണ് പറയേണ്ടത്. അതായത് ലഗ്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് 7ലേക്ക് പോയി കഴിഞ്ഞാൽ ബലക്കുറവ്. അപ്പം ലഗ്നാധിപൻ ബലമില്ല. ഈ 7 എന്ന് പറഞ്ഞാൽ അസ്തമരാശിയാണ്. അസ്തമരാശി ആയതുകൊണ്ട് ബലക്കുറവാണ് കാണുന്നത്. അതുമാത്രമല്ല, ലഗ്നാധിപൻ ഏത് രാശിയുമായിട്ട് ബന്ധപ്പെടുന്നു ആ രാശിക്ക് പുഷ്ടിമ എന്ന് പറയണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല, 7ാം ഭാവത്തിൽ ചന്ദ്രൻ, 7ാം ഭാവമാണ് വിവാഹഭാവം, അത് മതഭാവം. ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളത് 7ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പൊതുവായ ഫലം പറഞ്ഞു. 7 ചന്ദ്രൻ ഒരു എന്താ പറയുക, ഒരു വിനയം ഉണ്ടാവില്ല, എടുത്തുചാട്ടം, അഹങ്കാരം, ഞാനെന്ന ഗർവ് ഈ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ 7ാം ഭാവാധിപൻ ശനി നീചനാണ്. 7ാം ഭാവാധിപൻ ശനി നീചന് മാത്രമല്ല 10ൽ നിന്നുകൊണ്ട് 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7 ചന്ദ്രനും ശനി 7 ഭാവാധിപൻ ഭാവത്തിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ ശനി 7ാം ഭാവാധിപൻ നീച അവസ്ഥയിൽ ഒരു പാവനുമായിട്ട് ഉച്ചക്ഷേത്ര ബലമാണ്. 2ാം ഭാവാധിപന്റെ ഉച്ചക്ഷേത്ര ബലം, 2ാം ഭാവത്തിന് ഉച്ചക്ഷേത്രമാണ് 10ാം ഭാവം. ആ 10ാം ഭാവത്തിൽ പാവനുമായിട്ടാണ് 2 പാവന്മാർ യോഗം ചെയ്ത് നിൽക്കുന്നത്. ശനി നീചനാണ്. അപ്പോൾ ഇവിടെ 9ാം ഭാവത്തിൽ ഗുരു ഉണ്ട്. അത് ഈ ഗ്രഹനില എന്ന വ്യക്തിക്ക് ഏറ്റവും പവർഫുള്ളായ ഗ്രഹം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയ്ക്ക് വ്യാഴം തന്നെയാണ്. അതായത് 9ാം ഭാഗ്യം, ദയ, പുണ്യം, സൗഭാഗ്യം എല്ലാം. കാരണം ഒരു ബ്രാഹ്മണ രാശിയാണ്, പണ്ഡിതനാവുക എന്നാണ് പറഞ്ഞത്. അത് ഒരു ബ്രാഹ്മണ രാശി അത്യന്തം പവർഫുള്ളായ ഗ്രഹമാണ് ഈ ഗുരു പറഞ്ഞത്. ഗുരുവൊക്കെ നല്ല മീനൻ രാശിയിലൊക്കെ സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ അവർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രഹനിലക്കാരന് വിവാഹം കഴിഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ 1, 2, 3, 4, 5 ഗ്രഹം മാത്രമേ ഉള്ളൂ. ബാക്കി 2 ഗ്രഹങ്ങളില്ല. അതായത് കുജൻ ഇല്ല, ശുക്രനില്ല. 7ാം ഭാവത്തിൻ്റെ ഒരു കാരകൻ, 7ാം ഭാവത്തിൻ്റെ ഒരു കാരകൻ, കളത്രകാരൻ. ആ കളത്രകാരൻ ശുക്രൻ്റെ സ്ഥിതിയും കൂടി നോക്കാനുണ്ട്. അതേപോലെ തന്നെ കുജൻ്റെ സ്ഥിതിയും കൂടി നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ 10ാം ഭാവമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വിവാഹം ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, നമ്മളുടെ ശുക്രൻ്റെയും കുജൻ്റെയും കാര്യം കൂടി നോക്കാനുണ്ട്. എന്നിരുന്നാലും ചെറിയ സൂചന പറയാനുള്ളത്, ഈ ചന്ദ്രൻ 7ൽ ബലക്കുറവ്, ലഗ്നാഥിന് ബലക്കുറവായിട്ട് 7ൽ നിൽക്കുന്നു. ശനിയുടെ ദൃഷ്ടി ഭാവത്തിലേക്ക് നിൽക്കുന്നു. അപ്പോൾ
ഒരു 7 കൊണ്ട് ശുഭബന്ധമുള്ള, അതുമാത്രമല്ല ഈ ഒരു അധമ യോഗമുണ്ട്. രവി കേന്ദ്രത്തിൽ ചന്ദ്രൻ വരാൻ പാടില്ല, അതൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും. 7ാം ഭാവത്തിൽ അത് രവിയുടെ കേന്ദ്രത്തിൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ രവി, ഇതൊരു അധമ യോഗം കൊടുക്കുന്നു. 7ലെ ചന്ദ്രൻ ഒരു ഗർവ്, ഒരു അഹങ്കാരം, ഒരു ക്ഷമയില്ലാത്ത ആ സൂചന തരും. പക്ഷെ എൻ്റെ ഗുരു പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിവാഹം ചിന്തിക്കുന്ന സമയത്ത് 7ാം ഭാവാധിപൻ ഈ ശനിയുടെ ബന്ധോ, ചന്ദ്രൻ ഈ ലഗ്നം കൊണ്ട് ഗുരു അല്ലെങ്കിൽ ശുക്രൻ ഇവരൊക്കെ ഇതിലേക്ക് ശുഭദൃഷ്ടിയോടുകൂടി യോഗം ചെയ്യുന്ന ഗ്രഹനില ആയിരിക്കണം നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഈ 2 ഗ്രഹം കൂടി ഇല്ലാണ്ട് പൂർണ്ണ ഗ്രഹം, അതായത് രാശികളിൽ 12 രാശികളിൽ 12 ലഗ്നഭാവത്തിൽ 7 ഗ്രഹങ്ങൾ നിർബന്ധമായിട്ട് വേണം. രാഹു, കേതു, ഗുളിയനെ ഞാൻ ഒന്നും പരിഗണിക്കണേയില്ല. ഞാനല്ല, ഉത്തമമായ ജ്യോതിഷികളിൽ നിന്ന് പഠിച്ച ആൾക്കാരൊന്നും ഇത് പറയണില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇവരുടെ കർമ്മം എങ്ങനെയാവും എന്ന് ചിന്തിക്കുന്നു. അതുമാത്രമല്ല ഇവിടെ ഈ കർമ്മഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ രവി 10ാം ഭാവത്തിൽ ദിഗ്ബലത്തോടു കൂടി ഉച്ചക്ഷേത്ര ബലവാനായി മേടം രാശിയിൽ നിൽക്കുകയാണ്. അപ്പം ഒന്ന് സർക്കാരുപരമായിട്ടുള്ള സർക്കാരിൻ്റെ എന്നാൽ കഴിയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് അത് വിരിച്ച് തരാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കാര്യത്തിൽ കിടക്കുന്നില്ല. നമ്മൾ കുറച്ച് പ്രേക്ഷകരുടെ, എൻ്റെ ജ്യോതിഷ സ്നേഹികളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ജ്യോതിഷ സ്നേഹിക്ക് പറഞ്ഞ് 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, മകരൻ രാശിയിലാണ്, കർക്കിടക ലഗ്നമാണ്. 7ാം ഭാവാധിപൻ ശനി, സൂര്യൻ, ബുധൻ ഇവർ മേടൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ മീനത്തിൽ നിൽക്കുന്നു. ഭർത്താവ് എങ്ങനെയായിരിക്കുമെന്നാണ്, ജോലി എന്തായിരിക്കും എന്നാണ്, പ്രണയവിവാഹം എങ്ങനെയായിരിക്കും എന്നാണ് ആ ജ്യോതിഷി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നം നമ്മൾ വന്നിരിക്കുന്നത് കർക്കിടകമാണ്. അപ്പോൾ കർക്കിടക ലഗ്നമാകുമ്പോൾ അതിൽ 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ മാർക്കിട്ട് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7ാം രാശിയാണ്. 7ാം രാശിയാണ് മകരം. ആ മകരത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. കർക്കിടക ലഗ്നമാണ്. 7ാം ഭാവാധിപൻ ശനി, സൂര്യൻ, ബുധൻ ഇവർ മേടൻ രാശിയിൽ, അതായത് ശനി, സൂര്യൻ, രവി, ബുധൻ ഇവിടെ മേലെ നിൽക്കുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ മീനത്തിൽ നിൽക്കുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ മീനത്തിൽ ഗുരു നിൽക്കുന്നു. ഭർത്താവ് എങ്ങനെയായിരിക്കുന്നതാണ് ഈ ചോദ്യം. ജോലി സാധ്യത, അതായത് നമ്മൾ സർക്കാരിൻ്റെ യൂണിഫോം ഇടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദിക്ബലത്തോട് കൂടി നിൽക്കുകയാണ്. രവി ബുധൻ നിപുണയോഗം ചെയ്ത് നിൽക്കുകയാണ്. ഈ രവി ബുധൻ നിപുണയോഗം നല്ലൊരു നിപുണത പ്രദാനം ചെയ്യും. 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ വിദേശ ജോലി സൂചനയുണ്ട്. ആ ജോലി, അതായത് ശനി അലസതനപ്രിയനായാലും ഉയർച്ചയിലേക്ക് എല്ലാവരും ശനിയെ പേടിയോട് കൂടിയാണ്. എന്നാൽ 10ാം ഭാവത്തിൽ രവി ഉച്ചക്ഷേത്ര ബലവാനായതുകൊണ്ട് സർക്കാരിൻ്റെ ജോലിയോ അല്ലെങ്കിൽ യൂണിഫോം പരമായിട്ട് ജോലിയോ ഉന്നതി ആൾക്കാരുമായിട്ട് സമ്മതിക്കുന്ന അല്ലെങ്കിൽ അവരായിട്ടുള്ള ബഹുമാനം കിട്ടുന്ന ഒരാളാവാൻ സാധ്യതയുണ്ട്. വിദേശ സൂചന നേരുന്നുണ്ട്. സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് ഗുരുവുണ്ട്, ധനത്തിൻ്റെ കാരകനും കൂടിയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഗുരുവൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ളത് കൊണ്ട് പരിശ്രമിക്കുക. ഈ ഗ്രഹനിലക്കാർക്ക് നല്ല നേട്ടം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ആ ഗ്രഹനിലക്കാർക്ക് പറയാനുള്ളത്. ശനി നിൽക്കുന്ന രാശിയിലേക്ക് 3ലേക്ക് ദൃഷ്ടിയുണ്ട്. ശനി നിൽക്കുന്ന 7ലേക്ക്, 4ലേക്ക് ദൃഷ്ടിയുണ്ട്. ശനി നിൽക്കുന്ന 10ലേക്ക് ദൃഷ്ടിയുണ്ട്. 10, 7ലേക്ക് ഭാവത്തിൽ നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ശനി ഈ പറഞ്ഞ പോലെ ബലമില്ലാത്ത ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നത്. ശനി 10 ഒരു പാവനായിട്ട് യോഗം നീചാവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ശുഭമുള്ള ഗുരു, ബുധൻ ഇവരൊക്കെ നല്ല ശുഭമുള്ള ജാതകം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രണരണി ഭാവം, ഘടനാ പൊരുത്തമൊക്കെ നോക്കുക. ഒരു കാരണവശാലും നക്ഷത്രപ്പൊരുത്തം, പാപസാമ്യം, ദശാസന്ധി പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ 12 രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികൾ നമ്മൾ അറിയില്ല. അത് മനസ്സിലാക്കുക. ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം, കാരണം മായാപ്പടുവായ ജ്യോതിഷികൾ ചെയ്യണതാണ് നക്ഷത്രപ്പൊരുത്തം. ഒരു അടിസ്ഥാനമില്ല ഗണപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം. ഇന്നലെ ഒരു കമൻറ്റ് കഴിഞ്ഞാൽ വേറൊരു ആളിത് കണ്ടിരുന്നു. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും ഈ ദുരിതം, പരാജയമാണ് എന്നാണ് പറയണത്. അങ്ങനത്തെ വെറും എന്ത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത് എനിക്ക് അറിയുന്നില്ല. അതേപോലെ തന്നെ അടുത്തത് പറയാനുള്ളത്, വേറൊരു ആൾ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, 10ാം ഭാവത്തിൽ ശനി, 10ൽ ശനി നിന്ന് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 10ൽ ശനി നിന്ന് കഴിഞ്ഞാൽ ഫലം എന്താ, മേടരാശിയിൽ നിൽക്കുന്നു, എന്താണ് ഫലം എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാശി വെച്ചിട്ട് അപൂർണമായ ഗ്രഹനില വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ആ ജ്യോതിഷ സ്നേഹിയോട് പറയാനുള്ളത്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഭർത്താവ്
മീനൻ രാശിയിൽ പറയുന്ന സമയത്ത് 9ാം ഭാവത്തിൽ മീനൻ രാശിയിൽ ഗുരു നിൽക്കുന്നു. ഒരു ജ്യോതിഷ ചോദ്യം ചെയ്യുന്നത് ലഗ്നത്തിൽ 9ൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിൻ്റെ 9ൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ ഭർത്താവ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതും അപൂർണത നിറഞ്ഞ ഗ്രഹനിലയാണ്. ഇവിടെ ലഗ്നാധിപൻ എവിടെയാ നോക്കണം. ലഗ്നാധിപൻ എവിടെയാന്ന് അതായത് ഇതാണ് ഭർത്തകാരകൻ എന്ന് പറയുന്നത്. സ്ത്രീ ജാതകത്തിലാണെങ്കിൽ നമ്മൾ ഗുരുവിനെയും നോക്കും, അതാണ് ഭർത്തകാരകൻ. സ്ത്രീ ജാതകത്തിലാണെങ്കിൽ പുരുഷ ജാതകത്തിലാണ് സ്ത്രീ ഗ്രഹമായ ശുക്രനെ നിൽക്കുക. അങ്ങനെ 2 പേരുടെ തമ്മിൽ ജാതകചിന്താനം ചെയ്തിട്ടാണ് ഒരു ഗ്രഹനില തിരഞ്ഞെടുക്കുന്നത്. ഈ ഗുരു ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഫലം നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാരകത്വം വഹിക്കുന്നത് കുജനാണ്. അവിടെ ബാക്കി ചന്ദ്രനെ നോക്കണം, രവിയെ നോക്കണം, ശുക്രനെ നോക്കണം, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഫലം പറഞ്ഞത്. ഇത് ചെറിയൊരു സൂചന മാത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം പോലെ, നിങ്ങളുടെ കഴിവ് പോലെ, ബാക്കി നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് താല്പര്യം, ഏത് ജോലിയാണ് താല്പര്യം എന്നുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജാതകപ്രകാരം പറയണത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇതാണ് ഈ കമൻറ്റിനുള്ള ചോദ്യങ്ങൾ. ഇത്ര കമൻറ്റ് കുറേ ഉണ്ടായിരുന്നു, ഞാൻ കുറേ ഒഴിവാക്കി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ജ്യോതികർത്താവിന് എനിക്ക് പറയാനുള്ളത്. ഈ 12ൽ ശനി പരദേശവാസന, അലസത കൊടുക്കും, രോഗം കൊടുക്കാം, സാമ്പത്തിക നഷ്ടം കൊടുക്കാം. കാരണം ഗുരു 11ാം ഭാവാധിപനാണ്. 11ാം ഭാവം 12ലേക്ക് പോയി. 11ഉം 8ഉം ഭാവാധിപൻ ഒരു ദുസ്ഥാനത്തിൻ്റെയും ഒരു വരവിൻ്റെ സ്ഥാനമാണ് ഈ ഗുരു എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ ശനി വേറൊരു കാര്യമുണ്ട്. ഈ ശനി 12ൽ നിൽക്കുമ്പോൾ ഈ ശനി 9, 9ഉം 10ഉം ഭാവാധിപനാണ് ശനി. അതായത് ഈ ഇടവൽ ലഗ്നക്കാരൻ്റെ യോഗ ഒരു കേന്ദ്രത്തിൻ്റെയും ഒരു ത്രികോണ രാശിയുടെയും ആധിപത്യം വഹിക്കുന്ന ശനി യോഗകാരകനാണ്. അപ്പോൾ അവിടെ ശനിയെ കൊണ്ട് 12ലായാലും ശനിയുടെ പാപത്വം കുറച്ച് കുറയും. എന്നിരുന്നാലും മേടൻ രാശിയിൽ നീചനാണ്. അപ്പോൾ അതിൻ്റെ ഫലം ശനിക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഒരു കാരകത്വം അല്ലുള്ളത്. ഒട്ടനവധി കാര്യങ്ങൾ, 100 കണക്കിന് കാരകത്വങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ചെറിയ ചെറിയ കുറവ് വരും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായിട്ട് എല്ലാം ആ ശനി 12ൽ പോയിന്നുണ്ട് നശിക്കത്തില്ല. ഇടവൽ ലഗ്നത്തിൻ്റെ യോഗകാരകനാണ് ഈ ശനി എന്ന് പറയണത്. ആ ശനി ഗുരുവായിട്ട് അവിടെ ഗുരു 12ൽ പോകുന്നുണ്ട്. ധനനഷ്ടം, സാമ്പത്തിക നഷ്ടം എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചെറിയ സൂചനകൾ മാത്രമാണ്. ഇതും അപൂർണ ഗ്രഹനിലയാണ്. ഇതും വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. ബാക്കി ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കാര്യങ്ങൾ നോക്കണം. പിന്നെ പറയാനുള്ളത്, ഇവിടെ ഒരു ഗ്രഹനില ഒരു ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് തന്നു. ഒരു കാരണവശാലും ഞാൻ ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ ഒരു കാരണം ഞാൻ ഗ്രൂപ്പ് വഴി ഞാൻ അത് പ്രസിദ്ധീകരിക്കില്ല. നിങ്ങൾ പ്രകാരം വേണമെങ്കിൽ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ജാതക വിചിന്താനം ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഫീസ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നോക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ മറ്റുള്ള ഒരു ജാതകം നോക്കുന്ന പോലെ അല്ല നോക്കണത്. ഒരു ജ്യോതിഷം സമീപിക്കുമ്പോൾ നക്ഷത്രപ്പൊരുത്തൊക്കെ പറഞ്ഞിട്ട് വേഗം നക്ഷത്രഫലം പറഞ്ഞിട്ട് കൂർഫലം 2 മിനിറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നോക്കി കൊടുക്കണമെന്നല്ല എൻ്റെ ജ്യോതിഷം. കൃത്യമായ 12 രാശിയിലുള്ള കാര്യങ്ങൾ, അത് നക്ഷത്രപ്പൊരുത്തല്ല, 12 രാശി ലഗ്നം കേന്ദ്ര ബിന്ദു ആക്കിയിട്ടാണ് ഫലം പറയണത്. ഇത് ചാരദശാല എല്ലാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ അതിൽ ബന്ധപ്പെടാൻ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇല്ല, നിങ്ങൾ വേറെ ജ്യോതിഷം സമീപിച്ചിട്ട് എന്നിരുന്ന് കഴിഞ്ഞാലും ഉത്തമമായ ജ്യോതിഷം എടുത്ത് തന്നെ നോക്കുക. എന്നെപ്പോലെ 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ പൊട്ടക്കുഴിയിലേക്ക് ചാടുമ്പോൾ 100 വട്ടം ചിന്തിച്ചിട്ട് ഓരോ കാര്യത്തിലിറങ്ങുക. ഇല്ലെങ്കിൽ പോക്കറ്റിലെ പൈസ പോകും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.